നേരെ സാലി മുഹമ്മദിലേക്ക്. സാലി മുഹമ്മദ് ഉള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ പിന്നെ സമ്മേളനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. എറണാകുളം ജില്ലാ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു. സാലി മുഹമ്മദ് വിശദാംശങ്ങളുമായി ഇതാ സമ്മേളന നഗറിൽ തന്നെയാണ് സാലി ഉള്ളത് രാവിലെ സജീവമായിട്ട്. സാലി, ഗുഡ് മോർണിംഗ്. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ എവിടെയാണ്? ലെനിൻ സെൻറ്ററിന് മുമ്പിലാണെന്ന് തോന്നുന്നു അല്ലേ? ശരത്ത്, ഇവിടെ സമ്മേളനം നടക്കുന്നത് EMS ടൗൺ ഹാളിലാണ്. EMS ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗർ, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഇവിടെയാണ്. പൊതുസമ്മേളനം മറൈൻ ഡ്രൈവിലാണ് 27-ന്. അത് സീതാറാം യെച്ചൂരി നഗർ, അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിനിധികളൊക്കെ എത്തിത്തുടങ്ങും. രാവിലെ 9 മണിക്ക് പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 16 ഏരിയ സമ്മേളനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട 371 ജില്ലാ സമ്മേളന പ്രതിനിധികളും നിലവിലുള്ള DC-യിലെ 46 പേരുമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒപ്പം മേൽഘടകത്തിന് വേണ്ടി CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ്, പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉൾപ്പെടെ മേൽ കമ്മിറ്റിക്ക് വേണ്ടി കേന്ദ്ര കമ്മിറ്റിയിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും നേതാക്കൾ പങ്കെടുക്കുന്നുമുണ്ട്. ഏതായാലും സമ്മേളന നടപടികൾ അല്പസമയത്തിന് 9 മണിയോടെ ആരംഭിക്കും. തുടർന്ന് പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന തുടങ്ങിയ ഈ പരിപാടികൾക്ക് ശേഷം സമ്മേളനത്തിലേക്ക് കടക്കും. തുടർന്നാണ് പ്രതിനിധി സമ്മേളന ഉദ്ഘാടനം. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററാണ്. അതിനുശേഷം നമുക്കൊക്കെ അറിയുന്നത് പോലെ അതുവരെയാണ് മാധ്യമങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സെഷൻ. തുടർന്ന് പ്രതിനിധികളുടെ സമ്മേളനമാണ്. അവിടെ ഈ കാലയളവിൽ 3 വർഷക്കാലം ജില്ലയിലെ പാർട്ടി സംഘടനാ രംഗത്തും പാർലമെൻ്ററി രംഗത്തും കൈവരിച്ച നേട്ടങ്ങൾ, നേരിട്ട തിരിച്ചടികൾ ഒക്കെ പരിശോധിക്കുന്ന ഒരു സമ്മേളനമായിരിക്കും. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന രീതി അങ്ങനെയാണ്. അതൊക്കെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്മേലുള്ള ആദ്യം ഗ്രൂപ്പ് ചർച്ച, തുടർന്ന് പൊതുചർച്ച, അങ്ങനെ 3 ദിവസം സമ്മേളനം തുടരും. 3-ാം നാൾ 27-നാണ് സമ്മേളനം സമാപിക്കുന്നത്. മുഖ്യമന്ത്രി, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനാണ് സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം റെഡ് വോളണ്ടിയർ മാർച്ച്, വനിതാ വോളണ്ടിയർ മാർച്ച്, ബഹുജന റാലി, അങ്ങനെ വലിയ പരിപാടികളോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എറണാകുളം ജില്ലയിലെ പാർട്ടി ഘടകങ്ങളെല്ലാം ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട വലിയ തിരക്കിലായിരുന്നു. സെമിനാറുകൾ, കലാപരിപാടികൾ, അനുബന്ധ പരിപാടികൾ, അങ്ങനെ ഒട്ടേറെ പരിപാടികൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലുടനീളം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ ഒരു സമാപ്തി എന്ന നിലയ്ക്കുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ പതാക ഉയരും. തുടർന്ന് പ്രതിനിധി സമ്മേളന ഘട്ടത്തിലേക്ക് കടക്കും. ശരി, ഇന്നത്തെ എറണാകുളം ജില്ലാ സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം നമ്മൾ കണ്ടത് EMS ടൗൺ ഹാളാണ്. EMS സ്മാരക ടൗൺ ഹാളാണ്, കോടിയേരി നഗറാണ്. അവിടെ നിന്നാണ് സാലി മുഹമ്മദ് വിശദാംശങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത്.